ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ, ദാറ്റ് ഈസ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഡിബഞ്ചേഴ്സ്, പിന്നെ അതിൻ്റെ ഡിഫറൻസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിബഞ്ചേഴ്സ്, അതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ ഡിബഞ്ചർ? According to Companies Act, the debentures include debentures, stock, bonds, and any other securities of the company, whether consisting a charge on the asset of the company or not. അതായത് നമ്മൾ ഒരു കമ്പനിക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അവർ ബോറോ ചെയ്യും. ഓക്കെ, ആ ബോറോ ചെയ്യുന്ന ചിലപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കാം, ഡിബഞ്ചേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് അസറ്റിന് മേലെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ചാർജ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അത് എന്തെങ്കിലും സെക്യൂരിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ ആ ഡിബഞ്ചേഴ്സ് നമ്മൾ ബോറോ ചെയ്യുന്നത്. ആ ഒരു ടേമിനെയാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റീസിൻ്റെ മേലായിരിക്കും നമ്മളത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ബോറോ ചെയ്യുന്നത്. They have to be repaid on the date of maturity after paying the specific interest at regular intervals. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി അത് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അത് നമ്മൾ വിത്തൗട്ട് ഡിലേ നമ്മളത് പേയ്മെൻറ്റ് ചെയ്യണം. The debentures are debt instruments. The debentures represent the loan or the borrowed capital of the company. ഓക്കെ, അപ്പോൾ എന്താണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്? ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, നമ്മളതിൽ ബോറോ ചെയ്യുകയാണ്. ആ ബോറോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ലോൺ ആണ്. നമ്മളത് ബോറോ ചെയ്യുമ്പോൾ ബോറോഡ് ക്യാപിറ്റലാണ് അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കോമൺ ടു പുട്ട് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിഫോർ ദ ഡിബഞ്ചർ. ഓക്കെ, നമുക്കതിന് ഇൻട്രസ്റ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ ഡിബഞ്ചേഴ്സ് വാങ്ങിക്കുമ്പോൾ തന്നെ അതിലൊരു ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള പ്രീ ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ചാർജ് ചെയ്യും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ക്യാരിങ് ഇൻട്രസ്റ്റ് അറ്റ് 8%. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മളൊരു ബാലൻസ് ഷീറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും, അതിൽ 8% ഡിബഞ്ചർ, 12% ഡിബഞ്ചർ, 6% ഡിബഞ്ചർ. ദാറ്റ് പെർസെൻറ്റേജ് ഇസ് ഇൻഡിക്കേറ്റ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ 8% ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 8% ഇൻട്രസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദ സ്പെസിഫിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോൺ ആസ് എ കൂപ്പൺ റേറ്റ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്? ബോണ്ടും ഒരു തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഒരു ഡെപ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ there is some difference between the bond and debentures. നമുക്ക് ആ ഡിഫറൻസ് നോക്കാം. സോ ബോണ്ട്, ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തൗട്ട് എ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് വേണ്ട, പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അത്യാവശ്യമില്ല. പക്ഷേ ഡിബഞ്ചേഴ്സിൽ അങ്ങനെയല്ല, ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇഷ്യൂഡ് അറ്റ് എ മാക്സിമം ഡിസ്കൗണ്ട്. ഓക്കെ, എത്രത്തോളം ഡിസ്കൗണ്ടിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ബട്ട് ഡിബഞ്ചേഴ്സ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ലെസർ ഡിസ്കൗണ്ട്. കാരണം അധികം ഡിസ്കൗണ്ടിൽ കൊടുക്കുമ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു നഷ്ടത്തിൻ്റെ ഒരു ഇതിലേക്ക് നീങ്ങാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ലെസർ ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും. The difference between the redemption price and issue price of the bond is treated as a interest. ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? The difference between the redemption price means നമ്മളിപ്പോൾ ഒരു ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോറോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ടൈം കഴിഞ്ഞ് നമ്മളത് റിട്ടേൺ ചെയ്യണം. ഓക്കെ, റിട്ടേൺ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് പ്ലസ് ആ ബോറോ ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഇത് രണ്ടും കൂടിയും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, അതായത് തിരിച്ചു കൊടുക്കണം, നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബാങ്ക് ലോൺ എടുക്കുന്നു, ആ ബാങ്ക് ലോണിൽ ഇൻട്രസ്റ്റ് നമ്മൾ അടയ്ക്കുന്നുണ്ട്. അതൊരു ഫിക്സ്ഡ് ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പലിശ അടക്കം നമ്മളത് തിരിച്ച് ബാങ്കിന് തന്നെ അടയ്ക്കണം. അതേപോലെ തന്നെയാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഡിബഞ്ചേഴ്സ് ആയിക്കോട്ടെ ബോണ്ട് ആയിക്കോട്ടെ നമ്മളത് റിഡംഷൻ നടത്തണം. ഓക്കെ, റിഡംഷൻ മീൻസ് നിങ്ങളത് മനസ്സിൽ വെക്കുക, നമുക്കത് ഇനി ത്രൂ ഔട്ട് അത് ടേം കേൾക്കാൻ പറ്റും. റിഡംഷൻ മീൻസ് എന്താ, റീപേയ്മെൻറ്റ്, തിരിച്ച് അവർക്ക് തന്നെ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ അതായത് ദ ബോണ്ട്
The interest calculated on the basis of difference. Which difference? Redemption price and issue price. In debentures the interest on the debenture is calculated on the basis of face value and rate of interest. ഇവിടെ എങ്ങനെയാണ് ഫേസ് വാല്യൂ, എത്രയാണ് ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ, ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതിൻ്റെ ബേസിസിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാർജ്. ചാർജ് എന്ന് പറയുന്നത് ഒരു ഡിബഞ്ചേഴ്സ് നമ്മൾ ബോറോ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ചാർജിൻ്റെ ബേസിസിലാണ്, ഒരു സെക്യൂരിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിബഞ്ചേഴ്സ് ബോറോ ചെയ്യുന്നത്. സോ ദ ചാർജ് മീൻസ് ടു മോർട്ടേജ്. ഇറ്റ് മീൻസ് ദ സെക്യൂറിങ് ദ ലോൺ ബൈ ദ എൻക്വയറിങ് അസറ്റ്സ് എഗെയിൻസ്റ്റ് ദ ലോൺ. അല്ലേ, നമ്മളിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബാങ്ക് ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഒരു കൊളാട്രൽ സെക്യൂരിറ്റി നമ്മളവിടെ കൊടുക്കും. സെക്യൂരിറ്റിയുടെ ബേസിസിലാണ് എപ്പോഴും നമുക്ക് ബാങ്ക് ലോൺ എല്ലാം അവർ സാങ്ഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഡിബഞ്ചേഴ്സും ഒരു ഫിക്സ്ഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു കൊളാട്രൽ സെക്യൂരിറ്റിയുടെ ബേസിസിലാണ് എപ്പോഴും നമ്മൾ ഡിബഞ്ചേഴ്സ് ബോറോ ചെയ്യുന്നത്. സോ ദ ബോറോവർ ഫീൽസ് ടു മീറ്റ് ദ ഒബ്ലിഗേഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ കമ്പനിക്ക് ആ ഒരു ഡിബഞ്ചേഴ്സ് റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ആ അസറ്റായിരിക്കും അവരത് എടുക്കുന്നത്. സോ ദ ഫെയിൽസ് ടു മീറ്റ് ദ ഒബ്ലിഗേഷൻ ദ ലെൻഡർ ക്യാൻ സെക്യൂർ ദ പേയ്മെൻറ്റ് ഫ്രം ദ അസറ്റ് ഓർ അസറ്റ് മോർഗേജ്. മോർഗേജ് മീൻസ് സെക്യൂർഡ്. ഇപ്പോൾ നമ്മുടെ ബാങ്കിൽ എങ്ങനെ തന്നെയാണ്, നമ്മൾ എന്താണോ സെക്യൂരിറ്റി വെച്ചിട്ടുള്ളത് അത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ കൊളാട്രൽ സെക്യൂരിറ്റി ബാങ്ക് ഏറ്റെടുക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ കമ്പനിക്ക് അവരുടെ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഓക്കെ, ദേ ആർ ഫെയിൽഡ് ടു മീറ്റ് ദ ഒബ്ലിഗേഷൻ, the debentures definitely secure that assets or assets mortgage. ഏതാണോ അവർ സെക്യൂർഡ് ആയിട്ട് വെച്ചിട്ടുള്ളത് കമ്പനി, അത് അവരുടെ ഭാഗമായി തീരും. ഇതിൽ രണ്ട് ടൈപ്പാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഒന്ന് ഫിക്സഡ് ചാർജ് ആൻഡ് ഫ്ലോട്ടിംഗ് ചാർജ്. ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു സ്പെസിഫിക് അസറ്റ് ഉണ്ടായിരിക്കും, പെർമനൻറ്റ് നേച്ചർ ആയിട്ടുള്ള ഏതെങ്കിലും സ്പെസിഫിക് അസറ്റിനായിരിക്കും, ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, മിഷനറി. ഓക്കെ, അതെല്ലാം അതിന് മേലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത്. ഇനി അതല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അസറ്റ് ഇല്ല, എല്ലാം അസറ്റും ഇനി മേലാണ് അത് അവർ ചാർജ് ചെയ്യുന്നതെങ്കിൽ അതിന് ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറയും. ഇതിനെയാണ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് മോർഗേജ്, നമ്മൾ എന്താണോ അവിടെ ചാർജ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് എന്താണ് മോർഗേജ്, സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ വെക്കുന്നത്. ഓക്കെ, മോർഗേജ് മീൻസ് സെക്യൂർഡ് ആയിട്ട് എന്താണ് വെക്കുന്ന സെക്യൂരിറ്റി, അതിനെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ദർ ആർ ടു ടൈപ്സ്, ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ്. ഫിക്സഡ് ഈസ് ദ പെർമനൻറ്റ് നേച്ചറുള്ള അസറ്റിന് മേലായിരിക്കും നമ്മളത് ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്യൂർ ചെയ്യുന്നത്. ഇനി ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ജനറലായിട്ട് കമ്പനിയുടെ എല്ലാ അസറ്റും അവരെന്താക്കി കൺസിഡർ ചെയ്യും, മോർഗേജിൻ്റെ കാറ്റഗറിയിലേക്ക് അവർ കൺസിഡർ ചെയ്യാണ്. അടുത്തത്, വാട്ട് ആർ ദ നേച്ചർ ഓഫ് ഡിബഞ്ചർ. ഓക്കെ, ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, നമുക്കത് റീപേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ ദേ ഇഷ്യൂഡ് അണ്ടർ ദ സീൽ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ സീൽ പ്രകാരമായിരിക്കും അവർ അത് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിനൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ദ കോൺട്രാക്ട് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് അറ്റ് എ സ്പെസിഫിക് ഡേറ്റ്. ഒരു ഡേറ്റ് ഉണ്ട്, ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ട്. അതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റീപേയ്മെൻറ്റ് ചെയ്യണം. റീപേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട്, ലൈക്ക് നമ്മുടെ ബാങ്ക് ലോൺ പോലെ ഒരു നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എടുത്തിട്ടായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതൊരു ഫിക്സ്ഡ് ഡേറ്റ് കഴിഞ്ഞാൽ നമ്മളത് റീപേയ്മെൻറ്റ് ചെയ്യണം. ആൻഡ് ഇറ്റ്സ് ജനറലി സെക്യൂർഡ് ബൈ ദ ചാർജ് ഓൺ ദ അസറ്റ് ഓഫ് ദി കമ്പനി. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ എന്തെങ്കിലും കൊളാട്രൽ സെക്യൂരിറ്റീസിൻ്റെ ബേസിസിലായിരിക്കും അത് അവരവിടെ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ദ ലോൺ ക്യാപിറ്റൽ. ഓക്കെ, ലോൺ ക്യാപിറ്റലാണ്, കാരണം നമുക്കത് തിരിച്ചടയ്ക്കണം, റീപേയ്മെൻറ്റ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഇസ് റീപെയ്ഡ് ആഫ്റ്റർ ദ ലോങ് പീരിയഡ്, ഹൻസ് ഇറ്റ്സ് എ ലോങ് ടേം ഫിനാൻസ്. ഈ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു 1 year 2 years അല്ല, അത്രയും ലോങ് ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് തന്നെയാണ് നമ്മുടെ ഡിബഞ്ചേഴ്സ്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ഫിനാൻസിനെ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അതിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആശ്രയിക്കാനായിട്ട് നമുക്ക് പറ്റും, അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. ലോങ് ടേം ഫിനാൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡിബഞ്ചർ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ആൻഡ് ഇറ്റ് ക്യാരീസ് നോ വോട്ടിംഗ് റൈറ്റ്സ്. ഇതിന് ഇവർക്കുള്ള അടുത്ത ഒരു ഫീച്ചറായിട്ട് പറയുന്നത് ഇറ്റ് ക്യാരീസ് നോ വോട്ടിംഗ് റൈറ്റ്. വോട്ടിംഗ് റൈറ്റ് ഇവർക്കില്ല. ഇപ്പം നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് തന്നെയാണ് എഴുതേണ്ടത്.
ഇനി അടുത്തത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഓൺ ദ ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് ഷെയർസ് എന്ന് പറയുന്നത്. ബട്ട് ഡിബഞ്ചേഴ്സ് എന്താണ്, ഒരു ബോറോവഡ് അല്ലെങ്കിൽ ലോൺ ക്യാപിറ്റലാണ്. ഡിവിഡൻഡ് പെയ്ഡ് ഓൺ ഷെയർസ്. ഷെയർസ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്താ നമ്മൾ കൊടുക്കുന്നത്, ഡിവിഡൻ്റ് ആണ്. പക്ഷേ ഡിബഞ്ചേഴ്സിന് എന്തായിരിക്കും, ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത്. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് മേ ബി വാരി. ഓക്കെ, ഇൻട്രസ്റ്റ് ഈ ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, ഫ്ലക്ച്വേഷൻ നേച്ചർ ഉള്ളതാണ്. പക്ഷേ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് ഫിക്സഡ് ആയിരിക്കും. ദ ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ദ ഡിവിഡൻഡ് ഓൺലി ഇഫ് ദർ ഈസ് എ പ്രോഫിറ്റ്. ദസ് ഇറ്റ് ക്യാൻ അപ്രോപ്രിയേറ്റ് ഐറ്റം. അതായത് പ്രോഫിറ്റിൻ്റെ ബേസിസിലായിരിക്കും അവർ ഡിവിഡൻഡ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എങ്ങനെയാണ്, ഗെറ്റ് ഇൻട്രസ്റ്റ് വെദർ ദ കമ്പനി മേക്സ് പ്രോഫിറ്റ് ഓർ നോട്ട്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നല്ല, അത് അവർ ബോറോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് അവർക്ക് കൊടുക്കണം. ദ ഷെയർസ് ആർ അൺസെക്യൂർഡ്. കാരണം പ്രിഫറൻസ് ഷെയർസൊക്കെ നമ്മൾ ബോറോ ചെയ്യുന്നത് വിത്തൗട്ട് സെക്യൂരിറ്റിയാണ്. പക്ഷേ ഡിബഞ്ചേഴ്സിന് സെക്യൂരിറ്റി, എന്തെങ്കിലും അസറ്റ് അവിടെ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് കമ്പനി വെക്കും. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഈസ് എ പ്രൊപ്പറേറ്റർ. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് എപ്പോഴും എന്തായിട്ടാണ് വരിക, പ്രൊപ്പറേറ്റേഴ്സ് ആണ്. പക്ഷേ ഡിബഞ്ചേഴ്സ് ക്രെഡിറ്റേഴ്സ്. കാരണം നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, റീപേയ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. ദ ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് ദ വോട്ടിംഗ് റൈറ്റ്, ബട്ട് ഡിബഞ്ചേഴ്സിന് ദർ ഇസ് നോ വോട്ടിംഗ് റൈറ്റ്. ദ ഷെയർസ് ക്യാൻ നോട്ട് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ഷെയർസ് ഒരിക്കലും ഡിസ്കൗണ്ടിൽ, കാരണം അത് കമ്പനിക്ക് അതൊരു നഷ്ടമാണ്. പക്ഷേ ഡിബഞ്ചേഴ്സ് ഒരു ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ടിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അടുത്തതാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളതൊരു 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ. 2 ടൈപ്പാണുള്ളത്, രജിസ്റ്റേർഡ് ഉണ്ട്, നോൺ രജിസ്റ്റേർഡ്. അല്ലെങ്കിൽ നോൺ രജിസ്റ്റേർഡ് പറയുന്ന വേറെ പേരാണ് ബിയർ ഡിബഞ്ചർ. സോ ദ രജിസ്റ്റേർഡ് ഡിബഞ്ചർ മീൻസ് ദീസ് ഡിബഞ്ചേഴ്സ് ആർ പേയബിൾ ടു ദ പേഴ്സൺ റെക്കോർഡ് അറ്റ് ദ രജിസ്റ്റർ ഓഫ് ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കും, ആ രജിസ്റ്ററിൽ ഏത് വ്യക്തിയുടെ ഡിബഞ്ചർ ഹോൾഡർ പേരാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആ വ്യക്തിക്ക് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് പേയബിൾ ചെയ്യുന്നത്. ആൻഡ് ദീസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഓൺലി വിത്ത് നോളജ് ഓഫ് ദ കമ്പനി. ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അത് കമ്പനിയുടെ പെർമിഷനോട് കൂടി. ദിസ് മീൻസ് ദീസ് ആർ ദ ട്രാൻസ്ഫറബിൾ ഓൺലി ട്രാൻസ്ഫർ ഡീഡ്. നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കും, എന്താണ് അതനുസരിച്ചിട്ടായിരിക്കും, ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ്, അതനുസരിച്ചിട്ടായിരിക്കും പാർട്ട്നേഴ്സ് അവരുടെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫർ ഡീഡ് അനുസരിച്ചിട്ടായിരിക്കും ഡിബഞ്ചേഴ്സ് ആ ഏത് വ്യക്തിക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സിന് മാത്രമുള്ള ഒരു ഫീച്ചറാണ്, നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ബിയർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് പേയബിൾ ടു ദ ബിയറർ. ആരാണോ അതിനായിട്ട് ബിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈബിൾ ആയിട്ടുള്ളത്, ആ വ്യക്തിക്ക് മാത്രമായിരിക്കും അത് കൊടുക്കുന്നത്. ദ കമ്പനി മെയിൻറ്റെയിൻ നോ രജിസ്റ്റർ. ഈ ഒരു ഇതിൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ദീസ് ആർ ട്രാൻസ്ഫർ ബൈ ദി മെയർ ഡെലിവറി. നോ ഡീഡ് ഈസ് റിക്വയർഡ് ടു ദയർ ട്രാൻസ്ഫർ. ഇനി ഇതിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡീഡിൻ്റെ അത്യാവശ്യമില്ല. അപ്പോൾ ഇതാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചർ ആൻഡ് ബിയർ ഡിബഞ്ചർ. അപ്പോൾ ഒന്നുകൂടി പറയാം, രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ മെൻഷൻ ചെയ്ത വ്യക്തികൾക്കായിരിക്കും അവരത് പേബിൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വിത്ത് അക്കോർഡിംഗ് വിത്ത് ട്രാൻസ്ഫർ ഡീഡ്. ബട്ട് ദ ബിയർ ഡിബഞ്ചർ എന്ന് പറയുന്നത് ബിയർക്ക് മാത്രമായിരിക്കും. ദ കമ്പനി ഡസ് നോട്ട് മെയിൻറ്റെയിൻ എനി രജിസ്റ്റർ. For the purpose of the transfer, they not maintain the transfer deed. ഇതാണ് on the basis of registration. ഇനി അടുത്ത കാറ്റഗറിയാണ് on the basis of security. നമ്മൾ പറഞ്ഞു ഡിബഞ്ചേഴ്സ് ഓൾറെഡി സെക്യൂർഡ് ആയിട്ടായിരിക്കും. ചില സിറ്റുവേഷനിൽ സെക്യൂരിറ്റി ഇല്ലാത്ത ഡിബഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഉള്ള ഇതിനെ നമ്മൾ അടുത്ത് ഡിവൈഡ് ചെയ്യാണ്, സെക്യൂർഡ് ഓർ മോർഗേജ് ഡിബഞ്ചേഴ്സ്. ഇതിലെന്തായിരിക്കും, എന്തെങ്കിലും അസറ്റിൻ്റെ ബേസിസിലായിരിക്കും നമ്മളത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, സെക്യൂർഡ് ആയിരിക്കും, അല്ലെങ്കിൽ മോർഗേജ് ഡിബഞ്ചർ എന്നാണ് പറയുക. രണ്ട് പേരിൽ അത് അറിയപ്പെടും. അത് നമുക്കറിയാം, ഫ്ലോട്ടിംഗ് ചാർജ് ഉണ്ട്, ജനറൽ ഫിക്സഡ് ചാർജ് ഉണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇനി അൺസെക്യൂർഡ് ഓർ നേക്കഡ് ഡിബഞ്ചർ എന്ന് പറയുകയാണെങ്കിൽ ഇത്തരം അസറ്റുകൾ ഇത്തരം ഡിബഞ്ചേഴ്സ് ഒരിക്കലും സെക്യൂർഡ് ആയിരിക്കില്ല.
അതിനെയാണ് ഈ അൺസെക്യൂർഡ് ഓർ നേക്കഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് സെക്യൂരിറ്റി ഡിബഞ്ചേഴ്സ് സെക്യൂർഡ് ആണെങ്കിൽ, അസറ്റിന് മേലെ സെക്യൂർഡ് ആണെങ്കിൽ വി ക്യാൻ കോൾ ദ സെക്യൂർഡ് ഓർ മോർഗേജ് ഡിബഞ്ചേഴ്സ്. അതർവൈസ് ഇറ്റ്സ് നോൺ ആസ് എ ദ അൺസെക്യൂർഡ് ഓർ നേക്കഡ് ഡിബഞ്ചർ. അടുത്ത കാറ്റഗറിയാണ് ഓൺ ദ ബേസിസ് ഓഫ് റിഡംഷൻ. നമ്മൾ റിഡംഷൻ എന്ന ടേം നേരത്തെ പറഞ്ഞു. റിഡംഷൻ മീൻസ് എന്താ? റീപേയ്മെൻറ്റ്. ഓക്കെ, ഒരു ഫിക്സ്ഡ് ഡേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മെച്യൂരിറ്റി ടൈം ആകുമ്പോൾ നമ്മളത് റീപേയ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ആൻഡ് ഇൻറെഡീമബിൾ ഓർ പെർപെച്വൽ ഡിബഞ്ചർ. സോ റെഡീമബിൾ ഡിബഞ്ചർ മീൻസ് ദി ഡിബഞ്ചേഴ്സ് ആർ റീപേയബിൾ ആഫ്റ്റർ ഫിക്സ്ഡ് പീരീഡ് ഐദർ ദ ലംസം ഓർ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മളൊരു ഫിക്സ്ഡ് ടൈം കഴിഞ്ഞാൽ നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്കത് ലംസമായിട്ട് എത്രയാണ് ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് മൊത്തമായിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്കത് പേയ്മെൻറ്റ് ചെയ്യാം. അടുത്താണ് ഇൻറെഡീമബിൾ ഡിബഞ്ചേഴ്സ്. ദീസ് ആർ നോട്ട് റെഡീമബിൾ ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കമ്പനി. ഓക്കെ, ഇത് ഒരു തരത്തിലും അവരെന്ത് ചെയ്യില്ല, റെഡീം ചെയ്യില്ല. പക്ഷെ ഇത് വളരെ കുറവാണ്, റയറാണ്. കാരണം ഇത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി റിസ്ക് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അത്രയും ഉള്ളെങ്കിൽ മാത്രമാണ് റയർ കേസുകളാണ് നമ്മളെപ്പോഴും റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അടുത്ത ലാസ്റ്റ് വൺ ഈസ് ഓൺ ദ ബേസ് ഓഫ് കൺവേർട്ടബിലിറ്റി. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ദ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡിബഞ്ചേഴ്സിനെ എന്താക്കി കൺവേർട്ട് ചെയ്യാം? ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യാം. അത് ഒപ്പീനിയൻ, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഓപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കും അത് അവർ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്താണ്? ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, അതായത് ഫുള്ളായിട്ട് തന്നെ അതിൻ്റെ ഹോൾ വാല്യൂസ് നമുക്ക് എന്താക്കി ചെയ്യാം? ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ പകുതിയായിട്ട്, അതാണ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. കുറച്ച് ഡിബഞ്ചേഴ്സും കുറച്ച് ഷെയർസ് ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഇതാണ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഏത്? നോൺ കൺവേർട്ടബിൾ. അതായത് എന്താ? ഇത്തരം ഡിബഞ്ചേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഡിബഞ്ചേഴ്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ ഓൺ ദ ബേസ് ഓഫ് കൺവേർട്ടബിലിറ്റി, ഓൺ ദ ബേസ് ഓഫ് റിഡംഷൻ, ഓൺ ദ ബേസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഓൺ ദ ബേസ് ഓഫ് രജിസ്ട്രേഷൻ. ഇത് ചോദിക്കാനുള്ളതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്. ചിലപ്പോൾ ഏതെങ്കിലും ഒന്നെടുത്ത് ചോദിക്കാം, വാട്ട് മീൻ ബൈ ദ മോർഗേജ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബിയറർ ഡിബഞ്ചേഴ്സ്, അങ്ങനെ 2 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങളത് പഠിക്കാം.